നമ്മൾ നേരെ തൃശ്ശൂരിൽ നിന്ന് കാസർഗോട്ടേക്കാണ് പോകുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സിജു കണ്ണനൊപ്പം കാസർഗോഡ് നിന്ന് ചേരുകയാണ്. രാവിലെ പ്രചരണ രംഗത്തേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തിൽ അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിച്ച് അദ്ദേഹത്തെയും പ്രചരണ രംഗത്തേക്ക് വിടാം. സിജു, ഗുഡ് മോർണിംഗ്. ബാലകൃഷ്ണൻ മാസ്റ്റർ റെഡിയായോ രാവിലെ? ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ്. ഇന്ന് 3-ാം ദിവസമാണ്. ഞാനിപ്പോൾ മുഴക്കത്തെ സിജു, അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു ഗുഡ് മോർണിംഗ്. സിജു, ഞങ്ങളുടെ വക ഒരു ഗുഡ് മോർണിംഗ്, വിജയാശംസകൾ ഒക്കെ അറിയിച്ചേക്കൂ. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇത് അവതാരകൻ നമ്മുടെ ശരത്തേട്ടനാണ്. ശരത്തേട്ടന് ഒരു വിജയാശംസകൾ നേർന്നിട്ടുണ്ട്, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് മാഷോട്. ഗുഡ് മോർണിംഗ് ശരത്. മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഷേ. ശരത്തേട്ട ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാം സംസാരിച്ചോളൂ വേഗത്തിൽ. ശരത്തേട്ട, അപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ഒരു ആശംസ അറിയിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ മാഷ് വളരെ തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ ഞാനിപ്പോൾ വരുമ്പോൾ മാഷ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളിലുമെല്ലാം എത്തി നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 3-ാം ദിവസമാണ് ഇന്ന് പ്രചാരണ രംഗം. ആദ്യഘട്ടത്തിൽ കയ്യൂർ രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് ഈ പ്രചാരണം ആരംഭിച്ചു. ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഈ രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിലൂടെ പോയി പിന്നീട് പ്രമുഖ വ്യക്തികൾ ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. മണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ ഈ പ്രചാരണത്തിൻ്റെ ഒരു ആദ്യഘട്ടം എങ്ങനെയുണ്ട്? എനിക്ക് സ്നേഹമിശ്രണമായ ആവേശകരമായ സ്വീകരണമാണ് എല്ലാ കേന്ദ്രങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ എൻ്റെ വിദ്യാർത്ഥികളായാലും ഇപ്പോഴുള്ള വിദ്യാർത്ഥികളായാലും ഞാൻ സ്നേഹിച്ച എൻ്റെ നാട്ടുകാരായാലും ഈ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെ എനിക്കറിയാവുന്ന ജനങ്ങളായാലും സ്നേഹമിശ്രണമായ ആവേശകരമായ ഒരു സ്വീകരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ നിരവധി വർഷക്കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു ഉജ്ജ്വലമായ അത്ര ആവേശകരമായിട്ടുള്ള ഒരു ജനപങ്കാളിത്തവും സ്വീകരണവുമാണ് അക്ഷരാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയുന്നത്? ഇത് സ്വാഭാവികമായും ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിരവധി കാലമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി ദേശീയ രാഷ്ട്രീയം, BJPയുടെ ഭരണം, ഇന്നുണ്ടാക്കുന്ന കൊടിയ ആപത്ത്, ഇതൊക്കെ ജനങ്ങളുമായി സംവദിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ഞാൻ ഇത്തരം കാര്യങ്ങളാണ് സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് അതിന് യുക്തമായിട്ടുള്ള, കാരണം ഇന്നത്തെ വസ്തുനിഷ്ഠ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമാണ്. ആ അർത്ഥത്തിൽ അവരെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ കാര്യങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് പല മേഖലകളിലുള്ള ആളുകളെ കാണുന്നുണ്ട്, വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്, പുതിയ തലമുറ വോട്ടർമാർ, അതോടൊപ്പം തൊഴിലാളികളെയൊക്കെ. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലൊക്കെ ഒരു പുതിയ തലമുറ വോട്ടർമാരുടെ വലിയൊരു സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഈ പുതിയ തലമുറയുടെ ഒരു പ്രതികരണം? അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, അത് പാവപ്പെട്ട ജനങ്ങളായാലും ഇടത്തരക്കാരായാലും മേലെ നിൽക്കുന്നവരായാലും, അവർക്കെല്ലാം ഒരു ആഭിമുഖ്യം, എന്നോടൊരു വ്യക്തിപരമായ സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല അവരുടെ മുഖഭാവം നോക്കിയാൽ എനിക്കത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഞാൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം, പാർലമെൻറ്റിലേക്ക് പോകണം. കാസർഗോഡ് മണ്ഡലത്തിലെ ഇവിടുത്തെ ശബ്ദം, കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉയർത്തണമെന്നുള്ളത് അവരാഗ്രഹിക്കുന്നു. തീർച്ചയായും ആ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഷിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നൊരു ചെറിയ മാറ്റം മാത്രം. നേരത്തെ കഴിഞ്ഞ 6 വർഷമായിട്ട് കാസർഗോഡ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. തീർച്ചയായും ഞാൻ വർഗപൂജന പ്രസ്ഥാനങ്ങളായാലും സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ്. പലപ്പോഴും സ്ഥാനാർത്ഥിത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ വിജയിപ്പിച്ച നാടാണിത്, ഒരു സംശയവും എനിക്കില്ല. ഈ കാസർഗോഡ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലെ മുക്കും മൂലയും നന്നായിട്ട് അറിയാവുന്ന, അവിടെയുള്ള ജനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ എനിക്കറിയാം ജനങ്ങൾ എന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കെന്നെ ഒരു വിസ്മയകരമായിട്ടുള്ള അനുഭവങ്ങളാണ് പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. കാരണം എൻ്റെ പാർട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടവർ മാത്രമൊന്നുമല്ല, എനിക്കേറെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ നല്ലതുപോലെ വരുന്നു. അതുപോലെ തന്നെ ഈ പാർട്ടിയെ എതിർക്കുന്ന പല ആളുകളും എന്നെ കാണുമ്പോൾ എന്നെ സ്വീകരിക്കാനും എന്നോട് കുശലം പറയാനും നിങ്ങൾ ജയിച്ചു പോകണം എന്നുള്ളത് എന്നോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ആത്മബലം. അതാണ് വോട്ടർമാരുടെ പ്രതികരണം. കാസർഗോഡിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചോദ്യം കൂടി. 3.5 പതിറ്റാണ്ട് കാലം LDF ഒപ്പം നിന്നൊരു മണ്ഡലമാണ്. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് LDF? ഇതിൽ ഒരു നിസ്തർക്കമാണത്. കാരണം എന്താ വെച്ചാൽ 3.5 പതിറ്റാണ്ടായി ഈ കാസർഗോഡ് മണ്ഡലം LDFിൻ്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. അവരുടെ MP-മാർ ഈ മണ്ഡലത്തിൽ നടത്താവുന്ന പരമാവധി വികസനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമാണ് ഈ മണ്ഡലം നഷ്ടപ്പെട്ടുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച സീറ്റാണ്. എല്ലാ മണ്ഡലത്തിലും LDFിൻ്റെ MLA-മാരായാലും MP എല്ലാ അർത്ഥത്തിലും പഞ്ചായത്തായാലും ഇതിലെല്ലാം മഹാഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനെ പോയത് ഈ മണ്ഡലത്തിന് തന്നെ ഒരു ശാപമായിട്ട് മാറി എന്നുള്ളൊരു തോന്നൽ അവരുടെ വികാരം, അവരുടെ മുഖഭാവത്തിൽ നിന്ന്, അവരുടെ പ്രകടനത്തിൽ നിന്ന്, അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. മാത്രമല്ല ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഈ മണ്ഡലത്തിനകത്തുണ്ട്. ഒരു നിസ്സംശയം ഞാൻ പറയുകയാണ്, ഈ തവണ തിരിച്ചു പിടിച്ചിരിക്കുന്നു മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ഈ എളിയ പ്രവർത്തകനെ പാർലമെന്റിലേക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അയക്കും എന്നുള്ളത്. പക്ഷേ എന്തായാലും ആശംസകൾ. മാഷ് തിരക്ക് പിടിച്ച പ്രചാരണ രംഗത്തേക്ക് പോവുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് കാസർഗോഡ് LDF. റൈറ്റ്, ശരി. സിജു കണ്ണനാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് LDF സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചത്. ശരി സിജു, താങ്ക് യു.